ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നാലാമത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ 2 റെസിപ്പീസും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ സാഗോ ഡിസേർട്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാബുനരി വേവിച്ചെടുക്കണം. സാബുനരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായതിന് ശേഷം നമുക്ക് സാബുനരി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സാബുനരി വെന്ത ശേഷം നമ്മൾ അതിലെ വെള്ളം ഊറ്റിയെടുത്തിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടിനാവശ്യമായിട്ടുള്ള പൊടി കുതിർക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പൊടി ഒരു പാത്രത്തിൽ ഇതിനി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സാഗോ ഡിസേർട്ടിലേക്കുള്ള മിൽക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ലിറ്റർ മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതേസമയം നമ്മുടെ പുട്ടുപൊടി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുട്ട് തയ്യാറാക്കുവാണ്. നമ്മൾ സ്നാക്ക് തയ്യാറാക്കുന്നത് പഫ് പോളയാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. ഇനി നമ്മുടെ പാനിലേക്ക് നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചെടുക്കരുത് കേട്ടോ, കുറച്ചവിടെ മാറ്റി വെക്കണം. ഇനി നമുക്ക് അതിലേക്കുള്ള ഫില്ലിങ്സ് നേരത്തെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് റോസ്റ്റ് ചെയ്തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ 2 എഗ്ഗ് പുഴുങ്ങിയത് ഇതുപോലെ കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിയില ഇതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അടിക്കട്ടിയുള്ള ഒരു പാനിൽ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാൻ. അപ്പോൾ അതിനുശേഷം നമ്മളതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ പുരട്ടി ഒന്ന്
മുരിയാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പഫ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സാഗോ ഡിസേർട്ടിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സാഗോ വേവിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ചേർക്കുകയാണ്. മാംഗോ, ആപ്പിൾ, മുന്തിരി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കസ്കസിന് പകരമായിട്ട് ചിയാ സീഡാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുതിർത്ത് വെച്ച ചിയാ സീഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാഗോ ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പഫ് പോള കട്ട് ചെയ്തെടുക്കുകയാണ്. ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് കിടക്കുകയാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞ് നമ്മുടെ ഷെബി മാംഗോ ഉപ്പും മുളകും ഇട്ടിട്ട് കൊണ്ടുവന്ന് തരികയാണ് കേട്ടോ. അവൻ്റെ റെസിപ്പിയാണ്. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.